ഇനിയിപ്പോൾ ഈ മന്ത്രിക്ക് വിവരമില്ല എന്ന് വയ്ക്കുക, അദ്ദേഹം ആരോ കൊടുത്ത കണക്ക് വായിച്ചിട്ട് പൊട്ടത്തരം പറയണം വയ്ക്കുക. ആ മന്ത്രിസഭയിൽ വേറെ ആളുകളില്ലേ, മുഖ്യമന്ത്രിയില്ലേ, അല്ലെങ്കിൽ ഈ ഇതിൻ്റെ സെക്രട്ടറി തലത്തിലിരിക്കുന്ന ആളുകളില്ലേ. അപ്പോൾ ഇത് തിരുത്താൻ ബാധ്യസ്ഥരായ ആളുകൾ പോലും ഇതിനെക്കുറിച്ച് മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഇത് തിരിച്ചടികളിലേക്ക് വരും. ഈ കുട്ടികൾ ഇവിടെ വെയിലത്ത് വെയിലത്ത് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് നിൽക്കുക, അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുക, ഇന്ന് വിളിക്കും നാളെ വിളിക്കും വിചാരിച്ച് കാത്തിരിക്കുക. അനക്കൊക്കെ സീറ്റ് കിട്ടിക്കണം. ഇവരൊക്കെ വിളിച്ച് ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, പിന്നെ പത്രക്കാരോടും മാധ്യമങ്ങളോടും കുടുംബങ്ങളോടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയില്ല, എനിക്ക് സീറ്റ് കിട്ടിയില്ല, എനിക്കതാ ഫുൾ A+ ഉണ്ട്, എനിക്ക് 10 A+ ഉണ്ട്. ഇത് ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പുറത്ത് നിന്നിട്ട് എന്ത് പറയാം, എനിക്ക് കിട്ടിക്കണേ ഇടക്ക്. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഏറെ കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ഇപ്പോഴത്തെ ഹയർ എഡ്യൂക്കേഷൻ, അതായത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ +2 സീറ്റുമായി ബന്ധപ്പെട്ടുള്ളത്. മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങൾ ഇന്നൊക്കെ വളരെയധികം പ്രക്ഷോഭങ്ങൾ നടത്തി പല ആളുകളും അറസ്റ്റ് വരിക്കപ്പെടുന്ന സാഹചര്യം, നാളെയും അതിൻ്റെ പല പ്രക്ഷോഭങ്ങളും മാധ്യമങ്ങളോടൊക്കെ വായിച്ചറിഞ്ഞൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ ഒരു +2 സീറ്റ് എന്ന് പറയുന്ന മലബാർ മേഖലയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്നുണ്ട് എന്നാണ് കണക്കുകളടക്കം ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ ഭരണാധികാരികൾ ഈ ഒരു വിഷയത്തെ അതീവ ഗൗരവത്തിൽ കാണുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം കണക്കുകൾ പുറത്തു വരുമ്പോൾ വളരെയധികം അന്തരമാണ് യഥാർത്ഥ കണക്കുകളിൽ നിന്നുള്ളത്. 75,000 കുട്ടികളാണ് മലബാർ മേഖലയിൽ ഇനിയും സീറ്റുകൾ ലഭിക്കാതെ ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്തുപോലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൽ 3000 ചില്ലാനും സീറ്റുകൾ മാത്രമേ മലബാർ കേരളത്തിൽ മാത്രം ബാക്കിയുള്ളൂ. 1000-ലധികം സീറ്റുകളെ മലബാർ, കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാർ ഏരിയകളിൽ ഉള്ളൂ എന്നുള്ളതാണ്. എന്നിട്ടും കണക്കുകൾക്കെതിരെ കണ്ണടക്കുന്നൊരു സാഹചര്യം ഉണ്ടോ യഥാർത്ഥത്തിൽ? നമ്മൾ ഈ ജനങ്ങളെ പരിഹസിക്കുക, കൊഞ്ഞനം കുത്തുക എന്നൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ. ഇത് നമ്മളെന്താ വെച്ചാൽ ചില ആളുകളിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ പ്രതീക്ഷിക്കാത്ത ചിലരാണ് നമ്മൾ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മുടെ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭരണാധികാരികൾ എന്ന് പറയുന്നത്. അവരിത് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചോളം തെരുവിലേക്ക് ഇറങ്ങല്ലാതെ വഴിയൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ ട്രെൻഡ് രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ നേരത്തേക്ക് നമ്മളെന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തെയും ഡിഫെൻഡ് ചെയ്യാൻ ഫാക്ട്സാണ് ഉപയോഗിക്കുക. ഡേറ്റകൾ കൊണ്ടുവരും, ഫാക്ട്സ് ഉപയോഗിക്കും. അപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ കാണുന്ന ആളുകൾ ശരി 10 പേര് മരിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് 10 എന്നുള്ള ആ ഒരു ഫിഗർ ഉണ്ടാവും അവിടെ. ഇവിടെ വളരെ വ്യക്തമായി കൃത്യതയോടെ എല്ലാവരും ഈ ഫിഗറുകൾ എന്ത് ചെയ്യുന്നു, ഉയർത്തിക്കൊണ്ടുവരുന്നു. പിന്നെ ഇപ്പോൾ എത്ര സ്കൂളുകളുണ്ട്, ആ സ്കൂളുകളിൽ എത്ര സീറ്റുണ്ട്, എത്ര കുട്ടികളാണ് അപ്ലൈ ചെയ്തത്, അങ്ങനെ എത്ര കുട്ടികൾക്കാണ് കിട്ടാനിടയുള്ളത്, ഇതൊന്നും പ്രത്യേകിച്ച് ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളാണെങ്കിൽ കൂട്ടി നോക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ നിലയ്ക്കുള്ള കണക്കുകളൊന്നും അല്ല ഇവിടെ വിഷയമായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരമായി പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ മുസ്ലിങ്ങൾ അനർഹമായിട്ടുള്ള പലതും നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 1947 തൊട്ട് ഇന്ത്യ രാജ്യത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, കേരളത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, ഏത് സമുദായങ്ങൾക്കാണ് അത് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെയൊക്കെ കണക്കുകൾ ആധികാരികമായ പഠന റിപ്പോർട്ടുകളായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഉണ്ടാവും. അതിനിട്ട് എന്ത് ചെയ്യുക, പിന്നെ കളിയാക്കുന്ന രൂപത്തിൽ ഇത്തരം ഇതുകൾ പറയാം. ഇപ്പോൾ NSSൻ്റെ സുകുമാരൻ നായർ ഇതുപോലെ എന്താണ് പറഞ്ഞു എന്നുവെച്ചാൽ ഈ സംവരണം നിർത്തലാക്കണം. കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട്? ഭരണഘടന തുല്യതയെ ഉറപ്പുവരുത്താനാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ സംവരണത്തിലൂടെ ഈ തുല്യത ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തുല്യത വേണമെന്നുണ്ടെങ്കിൽ സംവരണ നിലപാട് തന്നെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പോൾ ഭരണഘടനയിൽ ആകെ പറയണ വാക്കെന്തുള്ളൂ, തുല്യത എന്നുള്ളതാണ്, ബാക്കിയൊന്നും അതിനകത്തില്ല. അപ്പോൾ ഒരു ഫാക്റ്റിനെ നിഷേധിച്ചുകൊണ്ട്, യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് പിന്നെ നിരന്തരമായി നുണ പറഞ്ഞ് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇതിൽ സർക്കാരും മന്ത്രിയാണ് പങ്കാളിയായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ മന്ത്രിക്ക് വിവരമില്ല എന്ന് വയ്ക്കുക, അദ്ദേഹം ആരോ കൊടുത്ത കണക്ക് വായിച്ചിട്ട് പൊട്ടത്തരം പറയണം എന്ന് വയ്ക്കുക. ആ മന്ത്രിസഭയിൽ വേറെ ആളുകളില്ലേ,
മുഖ്യമന്ത്രിയില്ലേ, അല്ലെങ്കിൽ ഈ ഇതിൻ്റെ സെക്രട്ടറി തലത്തിലിരിക്കുന്ന ആളുകളില്ലേ. അപ്പോൾ ഇത് തിരുത്താൻ ബാധ്യസ്ഥരായ ആളുകൾ പോലും ഇതിനെക്കുറിച്ച് മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഇത് തിരിച്ചടികളിലേക്ക് വരും. ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് SFI, അവർ സ്വതന്ത്ര സംഘടനയാണ്, എന്തല്ല മാർക്സ് പാർട്ടിൻ്റെ പോഷക വിദ്യാർത്ഥി സംഘടന ഒന്നുമല്ല, എന്നാൽ പോലും എന്താണ് ഇടതുപക്ഷ മനോഭാവമുള്ള സംഘടനയാണല്ലോ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ പോലും സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പത്രസമ്മേളനം വിളിച്ചു ഇറങ്ങുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നെച്ചാൽ അതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കേട്ടില്ലേ? അതെ പരിഹസിക്കായിരുന്നു. കുറച്ചു കാലമായിട്ട് സമരം ഇല്ലാതെ സമരം ചെയ്തൊന്ന് ശരിയായിക്കോട്ടെ, ഉഷാറായിക്കോട്ടെ. അല്ല, അപ്പം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് മലബാറിലെ കുട്ടികളോട്, പാരൻസിനോടുള്ളൊരു വെല്ലുവിളിയാണ് ഈ കണക്ക് എന്ന് പറയുന്നത്. ഈ ആകെ 10,000-3000 കുട്ടികൾക്ക് ഇനി സീറ്റ് കിട്ടാനുള്ളൂ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തെ കളിയാക്കുന്ന ഒരു പണിയാണ്. അതെന്തായാലും മന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്തായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പൊട്ടത്തരമാണെങ്കിൽ അത് അദ്ദേഹത്തിന് ക്ഷമിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥികൾ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. പല രാഷ്ട്രീയ സംഘടനകളും, ഇപ്പോൾ SFI അടക്കമുള്ള സംഘടനകൾ എന്ത് ചെയ്തു, സമരരംഗത്തേക്ക് പുറപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് സീറ്റ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ പുതിയ ബാച്ചുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഇതേപോലെയുള്ള പ്രശ്നം ഉണ്ടായ സമയത്ത് സീറ്റുകൾ വർദ്ധിപ്പിച്ചു. 40 കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിൽ 60-70 കുട്ടികളൊക്കെ പഠിക്കുന്ന സമയം. ആ സമയത്താണ് പല സംഘടനകളും വന്നത്, പുത്തരി കണ്ട മൈതാനമല്ല ക്ലാസ് റൂമുകൾ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ശാശ്വതമായ പരിഹാരം എന്താണ്? അല്ല, ഇതിൽ പരിഹാരം ആർക്കും അറിയാത്തത് കൊണ്ടല്ലല്ലോ. ആ പരിഹാരം നടപ്പാക്കിയാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊരു തടവറയിൽ തന്നെയാണ് ഇവരൊക്കെ ഉള്ളത്. എനിക്ക് ഈ +2 സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ മന്ത്രിയുടെ കണക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ അത് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും കിട്ടും, ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, ഈ മോർച്ചറിയിൽ പിന്നെ ഇങ്ങനെ ജഡങ്ങൾ കടത്തുമല്ലോ, ബോഡികൾ. അപ്പോൾ കടത്തിയ സമയത്തൊരു ഡോക്ടർ വന്ന് അതൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഒരു പിന്നെ മോർച്ചറിൻ്റെ ഒരു ഇതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റിരുന്നു പറഞ്ഞു. ഒരു ബോഡി എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഇയാൾ ഫയൽ നോക്കിയിട്ട് പേരെന്താ വെച്ച് പേരൊക്കെ പറഞ്ഞു, നിങ്ങൾ മരിച്ചു കിടക്കാറ്. ഡോക്ടർ എഴുതിക്കൊണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇവിടെ, കിടക്കാറ്. അത് എഴുതിനാണ് എന്ത് വില, ആള് ജീവിച്ചിരിക്കുന്നുണ്ട് വില. ഇതേപോലെയാണ് എന്ത് കുട്ടികൾ ഇവിടെ വെയിലത്ത് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് നിൽക്കുക, അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുക. ഇന്ന് വിളിക്കും, നാളെ വിളിക്കും എന്ന് വിചാരിച്ച് കാത്തിരിക്കുക. ഇവരൊക്കെ വിളിച്ച് ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, പിന്നെ പത്രക്കാരോടും മാധ്യമങ്ങളോടും കുടുംബങ്ങളോടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയില്ല, എനിക്ക് സീറ്റ് കിട്ടിയില്ല, എനിക്കതാ ഫുൾ A+ ഉണ്ട്, എനിക്ക് 10 A+ ഉണ്ട്. ഇത് ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പുറത്ത് നിന്നിട്ട് എന്ത് പറയാ, എനിക്ക് കിട്ടിക്കണ്, ഇടക്ക് നിനക്കൊക്കെ കിട്ടിക്കണ്, നിങ്ങൾക്കൊക്കെ കിട്ടുള്ള സീറ്റോടെ ഉണ്ട് എവിടെ. അപ്പോൾ ഇതാണ് എന്ത് ഞാൻ ഈ പറഞ്ഞ പോലെയാണ് എന്ത്, ആൾ എണീറ്റിരുന്നാലും അതിനല്ല വസ്തുത. ഡോക്ടർ നിഗമനം തെറ്റാലോ. അതേപോലെ പിന്നെ ഈ കണക്കും തന്നെ, കണക്ക് തെറ്റാണെന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അതിന് വേറെ കണക്കൊന്നും പഠിക്കണ്ടേ, ഈ കുട്ടികളെ മുഖത്ത് നോക്കിയാൽ മതി. ഈ കിട്ടാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ, അത് നോക്കിയാൽ പോരെ, അത് കൊടുക്കുക എന്നുള്ളതൊരു അതല്ലേ ഭരണം എന്ന് പറയുന്നത്. എന്താ ഞാനത് വായിക്കണത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാണ്ട് എന്തുകൊണ്ട് ഇലക്ഷനിൽ തോറ്റു എന്നുള്ള ഒരു ഗ്രഹപാഠമൊക്കെ അവർ ചെയ്തിറങ്ങിയ സമയമാണ്. തെറ്റുകൾ തിരുത്തുമെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്. അത് പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ഈ കുട്ടികളുടെ മനസ്സ് വായിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള യാത്ര? അത് പിന്നെ SFIക്കൊക്കെ കുറച്ച് മനസ്സിലായിട്ടുണ്ട്. കാരണം അവർക്ക് ക്യാമ്പസിൽ നിന്നൊക്കെ നല്ല തിരിച്ചടി ഈ അടുത്ത കാലത്ത് കിട്ടിയത് അവർ കാണുന്നുണ്ട്. അപ്പോൾ അവർ പിന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ രംഗത്തിറങ്ങുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ ഇതായാലും നാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞോടത്തുനിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുമായിട്ടൊരു ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ സ്റ്റെപ്പ് ഈ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ എന്നാണ്. തീർച്ചയായിട്ടും.
എന്തായാലും നാളത്തെ ചർച്ചകൾ വളരെയധികം പ്രതീക്ഷ നൽകട്ടെ എന്നാണ് ആശംസിക്കുന്നതും ആഗ്രഹിക്കുന്നതും. എന്തായാലും ഈ ഒരു +2 വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രയാസം അത് വളരെയധികം ഭരണകർത്താക്കളും അതീവ ഗൗരവത്തിൽ തന്നെ കാണണമെന്നാണ് ഉറപ്പെടുത്തുന്നത്. ഇതിന് പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.